നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ പ്രധാനമായും പ്രതിക്കൂട്ടിലുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. വോട്ട് മറിക്കാൻ കൗൺസിലറുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നതടക്കം ഗുരുതരമായ കുറ്റങ്ങൾ. 4 കൗൺസിലർമാർക്കെതിരെയും എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൂടാതെ സന്ദീപ് വാര്യർ ഇഫക്റ്റും വോട്ട് മറിയുന്നതിന് കാരണമായി എന്നും പറയുന്നു. സ്ഥാനാർത്ഥി മികച്ചത് എന്നാണ് കണ്ടെത്തൽ. സ്ഥാനാർത്ഥിക്കെതിരെയും നേതൃത്വത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടും റിപ്പോർട്ടിലെ വിമർശനമുന പ്രധാനമായും ശോഭാ സുരേന്ദ്രനെതിരെ തിരിച്ചുവെച്ചതിന് പിന്നിൽ എന്താണ്? ശോഭ കെടുത്തിയ വിജയമോ? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ന്യൂസ് ഈവനിംഗിൽ ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഷാബു പ്രസാദും ശ്രീ ശ്രീജിത്ത് പണിക്കരുമാണ്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഈ മാസം 7-8 തീയതികളിൽ കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ബി.ജെ.പി. നടത്താനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ശോഭാ സുരേന്ദ്രനെതിരെ പരാമർശമുണ്ട്, 4 കൗൺസിലർമാർക്കെതിരെ പരാമർശമുണ്ട്, ശിവരാജനെതിരെ പരാമർശമുണ്ട്, സന്ദീപ് വാര്യർ ഇഫക്റ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഏത് തരത്തിലൊക്കെയാണ് പ്രതികരണങ്ങൾ വന്നത്. അത് പാലക്കാട്ട് നിന്നുള്ള പ്രതികരണം മാത്രമായിരുന്നില്ല, പല ഇടങ്ങളിൽ നിന്നും പ്രമുഖരുടേതടക്കം പ്രതികരണങ്ങൾ വന്നു. ഫേസ്ബുക്കിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു നെഗറ്റീവ് ഫാക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ട് മറിക്കുന്നതിലടക്കം ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രവർത്തിച്ചു, അത് കൗൺസിലറുമായി ചേർന്ന് പ്രവർത്തിച്ചു, അതിൻ്റെ ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്കതിൻ്റെ ആധികാരിക വശം അറിയില്ല. കൂടാതെ ശിവരാജൻ്റെ കാര്യം പറയുന്നു, സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ട്, മറ്റ് പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള 4 കൗൺസിലർമാരുടെ കാര്യങ്ങൾ, ഇതെല്ലാം പറയുമ്പോൾ ഇത് നമ്മൾ ഇതിനു മുൻപ് വിചാരിച്ച തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നതാണ് ഇതിൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ആളുകളൊക്കെ തന്നെയാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ശ്രീജിത്ത് പണിക്കർ. അനുജ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകളൊക്കെ തന്നെ സത്യമാണ് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ബി.ജെ.പിയുടെ നേതൃത്വം തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയിരുന്ന അവരുടെ ഒരു പ്രസ്താവന അടിമുടി തെറ്റായിരുന്നു എന്നാണ്. കാരണം ആ സമയത്ത് ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷെ അപ്പോൾ ശോഭാ സുരേന്ദ്രനുമായി ബി.ജെ.പിയുടെ നേതൃത്വത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് പറഞ്ഞതാണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ ഉൾപ്പെടെ പറഞ്ഞത് അവർക്ക് ആകുമായിരുന്ന എല്ലാ ഘട്ടത്തിലും ഏതൊക്കെ രീതികളിൽ അവർക്ക് സഹകരിക്കാമോ ആ രീതികളിലെല്ലാം തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പ്രചരണത്തിൽ പങ്കെടുത്തു എന്നാണ്. അവർക്ക് വ്യക്തിപരമായി ചില ബുദ്ധിമുട്ടുണ്ട്, കുടുംബത്തിൽ നിൽക്കേണ്ടതായിട്ടുള്ള ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ പോലും അവർ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് അവിടെ പ്രവർത്തിച്ചതാണ് എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ നേരെ വന്നപ്പോൾ അവരും ഇതിനെപ്പറ്റിയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. തന്നെയുമല്ല, സന്ദീപ് വാര്യർ ഇഫക്റ്റ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സി കൃഷ്ണകുമാർ പറഞ്ഞത് സന്ദീപ് വാര്യർ ഫാക്ടർ എന്നൊന്നില്ല എന്നാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, അദ്ദേഹം ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വലിയ പുതിയ ഊർജ്ജത്തോടു കൂടി അവിടെ RSSന്റെ പ്രവർത്തകരും ബി.ജെ.പിയുടെ പ്രവർത്തകരും തന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. അത് ഒരു ഭാഗം. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരുപക്ഷെ UDFിലേക്ക് പോകുമായിരുന്ന കുറെ വോട്ടുകളൊക്കെ LDFിലേക്ക് ഭിന്നിപ്പിക്കുന്നതിന് കൂടി അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ബി.ജെ.പി. വിടുന്നത് തങ്ങൾക്ക് ഗുണപരമായിട്ട് മാത്രമേ വരികയുള്ളൂ, കണ്ണിലെ കരട് പോയതുപോലെ തന്നെ ഞങ്ങൾ കരുതുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ബി.ജെ.പിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിലയിരുത്തലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന പ്രസ്താവനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അതിന് അതീവ ഗുരുതര സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി. പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാരണങ്ങളാണ് വന്നിരിക്കുന്നത് എങ്കിൽ. 2, അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിത്വത്തിനുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആയിരുന്നത് കൊണ്ട് തന്നെ അവരുടെ മേൽ പഴിചാരിയിട്ട് മറ്റ് ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്നുള്ള ഒരു സംശയം പോലും ഇനി അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ബി.ജെ.പിയുടെ അണികളിലടക്കം. കാരണം ശ്രീ സി കൃഷ്ണകുമാർ അവിടെ യുക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനയിൽ പരോക്ഷമായിട്ട് അത് വന്നിട്ടുണ്ട്. കാരണം 2016 മുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ, ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2021 ശ്രീ ഇ ശ്രീധരൻ മത്സരിക്കുന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പിനെ മാറ്റി നിർത്തിയാൽ ബി.ജെ.പിയുടെ ബേസ് വോട്ട് ഏതാണ്ട് 40,000 ആണ് എന്നും അതെങ്ങും പോയിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത്.
അപ്പോൾ ബേസ് വോട്ടുകൾ മാത്രം പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല അവിടെ വേണ്ടത് എന്നും വ്യക്തിപ്രഭാവമുള്ള ഒരാളാണ് വേണ്ടത് എന്നും അതുകൊണ്ടാണ് ശ്രീധരന് പേഴ്സണൽ വോട്ട് കിട്ടിയിരുന്നത് എന്നുമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതം കൂടി നടത്തിയത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയാണ്. എന്നിട്ടും അതിനു വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്ന രീതിയിലത്തേക്ക് ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷെ എടുത്തിരുന്ന ഒരു പാളിപ്പോയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും പരസ്യ പ്രതികരണങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പാർട്ടിയുടെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നോ കൗൺസിലർമാരുമായിട്ടൊക്കെ ചേർന്നിട്ട് പാർട്ടിക്ക് എതിരെ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കൊക്കെയുള്ള പരാമർശം കേന്ദ്രത്തിന് നൽകുന്ന ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുകയാണ് എങ്കിൽ നിശ്ചയമായും അതിൽ അടിയന്തരമായിട്ട് ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം കണ്ടുകൊണ്ട് നടപടികൾ എടുക്കാനായിട്ട് BJP നിർബന്ധിതമാകും. അതല്ലാതെ ഇവരെ പാസിഫൈ ചെയ്തുകൊണ്ട് പോവുക എന്നത് പിന്നീട് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് പാർട്ടിക്ക് അവരുടെ ഒരു ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന സ്ഥലത്ത് പോലും അവർക്കെതിരെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക എങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ, അച്ചടക്ക നടപടികൾ BJPയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു വരുന്ന വീക്കെൻഡിൽ നടക്കുന്ന BJPയുടെ ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും ഈ പാർട്ടിയിലുള്ള നമ്മൾ ഈ പല ഫാക്ഷൻസ് ഈ BJPയിൽ ഉണ്ട് എന്ന് പണ്ട് മുതൽ തന്നെ പറയുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു പഴിചാരലിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പാർട്ടി അവരുടെ പരാജയത്തിന്റെ ചില കാരണങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയായിട്ടുള്ള, അതായത് വീഴ്ചയുടെ ഒരു ഭാഗം അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് തെറ്റിതിരുത്തി മുന്നോട്ട് പോകുന്നതാണ് എങ്കിൽ അവർക്ക് നല്ലത്. അതല്ലാതെ ആരുടെയെങ്കിലും മേൽ ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ തന്നെ ചുമത്തിക്കൊണ്ട് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ അത് നല്ലതല്ല. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനും ഏതാനും കൗൺസിലർമാരും കൂടി തീരുമാനിച്ചാൽ BJPക്ക് നഗരമേഖലയിൽ വലിയ രീതിയിലത്തേക്കുള്ള തിരിച്ചടി നൽകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ അവിടെ സ്വാധീന ശക്തിയുള്ളത് ശോഭാ സുരേന്ദ്രനാണ് എന്ന് അവർ തന്നെ നമ്മളോട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ കൂടുതൽ യോഗ്യത ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്ന് വേണം അതിനെ വരികൾക്കിടയിൽ കൂടി വായിക്കാൻ. അതാണ് അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പൊ നമുക്കറിയാം കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു പാലക്കാട്ടേത്. അവിടെയാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ആ തിരിച്ചടിക്ക് കാരണം എന്തോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു, 4 കൗൺസിലർമാർ പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുന്നു, ഒപ്പം തന്നെ സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ്. ഈ സന്ദീപ് വാര്യർ എങ്ങനെയാണ് കെ സുരേന്ദ്രൻ ആ തുടക്കത്തിൽ ഇദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടി മാറുന്ന സമയത്ത് വിശേഷിപ്പിച്ചത്, ആ വാക്ക് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അത് കേന്ദ്ര നേതൃത്വം അത് ആവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ തരത്തിലേക്ക് സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു കാരണമായി പറയുന്നത്. അപ്പോൾ ഈ ശോഭ മുഴുവൻ കെടുത്തിക്കളഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടിക്ക് അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എങ്ങനെയാണ് ഷാബു പ്രസാദ്? അനുജ, ഇപ്പോൾ ഈ പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന നിങ്ങളിവിടെ പറയുന്ന ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ റിപ്പോർട്ടിന്റെ ആധികാരികതയെക്കുറിച്ച് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എങ്ങനെയൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ് യാതൊരു ആധികാരികതയും ഇല്ലാത്ത, നമുക്ക് പറയാൻ പറ്റുള്ളൂ. BJP ഔദ്യോഗികമായിട്ട് അത് പറയുന്ന കാലത്തോളം, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന കാലത്തോളം അതിനെ ആധികാരികമായ റിപ്പോർട്ടല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എങ്കിലും അത് അവിടെ നിൽക്കട്ടെ. അതിനെ പറ്റിയാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇനി നമ്മളുടെ റിപ്പോർട്ടർക്ക് കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ ഇന്നിപ്പോൾ ബ്രേക്ക് ചെയ്തത്. നമ്മുടെ ആധികാരികമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വാർത്തയാണ്. അപ്പോൾ അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹാജരാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഷാബു പ്രസാദ്, താങ്കൾക്ക് തുടരാം. അതായത് ഈ റിപ്പോർട്ട് നമുക്ക് ഇപ്പോഴും പറയാൻ വരുന്ന ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ശരി. എന്തായാലും ഇതൊരു BJP ഒരു കേഡർ സംഘടനയാണ്. അവർ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര നേതൃത്വത്തിന് അവരുടെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെ പറ്റിയും ഡെവലപ്മെന്റ്സിനെ പറ്റിയും ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കും. അവിടെ നടക്കുന്ന നേട്ടങ്ങളും കുറവുകളും എല്ലാം പറയും. അതിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടാകും. ആഫ്റ്റർ ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം
ഇവിടെ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് BJP ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു തോൽവി എന്നുള്ളതിനപ്പുറം വലിയ ഒരു പ്രാധാന്യം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതെങ്ങനെയാണ് അവരുടെ ശ്രീ മുമ്പിൽ ഷാബു ഒരുപാട് പ്രസാദ്? എ ക്ലാസ് മണ്ഡലം എന്ന വിശേഷണം പാലക്കാടിനില്ലേ? ദയവീത് ഞാൻ സംസാരിക്കുമ്പോ ഇടപെടല്ലേ അനുജ? ഞാൻ അല്ല സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോ ഈ അത് അത് ഇടയ്ക്ക് ചോദിക്കേണ്ട എനിക്ക് സംശയം വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, ഓക്കെ, ഞാൻ എന്താ പറഞ്ഞ സംസാരിച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്ക് ഇങ്ങനെ ശരി, പറയൂ. ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പം BJP കേന്ദ്ര പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, അല്ലാതെ ഈ ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രാധാന്യമൊന്നും BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്തില്ല. ഇനി മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ആ റിപ്പോർട്ടിന്റെ അകത്തെ ഉള്ളടക്കത്തിൽ തീർച്ചയായും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് എന്നല്ല, കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും വിശദാംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ബഹുമാനപ്പെട്ട സെയ്ത് പണിക്കര് നമ്മുടെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഇവിടെ പറഞ്ഞു. അതായത് കൃഷ്ണകുമാറും പറയാതെ പറയുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളാത്ത, ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിന് അർഹനല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കൃഷ്ണകുമാറിന്റെ വാക്കുകളുടെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ട് ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല എന്നുള്ളതാണ് വിഷയം. ശ്രീധരൻ സാർ ആരാണ് എന്നറിയാം. ആ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിക്ക് കിട്ടിയ പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ ആ ഒരു വലിയ ഒരു ടെക്നോക്രാറ്റ്, ആ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് BJPയിലേക്ക് വന്നപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയും കൂടെയാണ് ശ്രീധരൻ സാറിന് വലിയ ഒരു 50,000-ന് മേലുള്ള വോട്ടായി അവിടെ പരിണമിച്ചത് 2021 തെരഞ്ഞെടുപ്പിൽ. ആ ഒരു കാര്യം, ആ ഒരു സ്വീകാര്യത ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനായ 100% BJPക്കാരനായ കൃഷ്ണകുമാറിന് എനിക്ക് കിട്ടിയില്ല, അത് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇനി കൃഷ്ണകുമാർ അല്ലായിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്നിരിക്കട്ടെ, ഈ കൃഷ്ണകുമാറല്ല, ഇപ്പൊ ശോഭാ സുരേന്ദ്രനോ MT രമേശോ അല്ലെങ്കിൽ പുറത്തുപോയ സന്ദീപ് വാര്യരോ ആരായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവിടെ ശ്രീധരൻ സാറിനെയും സുരേഷ് ഗോപിയെയും അങ്ങനെയുള്ളവരെ പോലും വെറും സംഖ്യയായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഈ ഇവർ LDFും UDFും നടത്തുന്ന ആ പ്രചണ്ഡമായ എണ്ണങ്ങൾ ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി വിജയിച്ചു, പക്ഷെ അതിനു മുമ്പ് 2 പ്രാവശ്യം സുരേഷ് ഗോപിയും തൃശ്ശൂർ പരാജയപ്പെട്ടതാണ്. അങ്ങനെയുള്ളിടത്ത് 100% എത്രയോ കാലങ്ങളായി BJPയിൽ ഉറച്ചു നിൽക്കുന്ന ആ പ്രവർത്തകർ, ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ആരും ആയിക്കോട്ടെ, അവിടെ പാലക്കാട് നിന്നിരുന്നു എങ്കിൽ പാലക്കാട്ട് ജയിക്കുമായിരുന്നു എന്ന് കരുതാനും മാത്രമുള്ള ശുഭാപ്തി വിശ്വാസമൊന്നും എനിക്കില്ല. അല്ല, വിജയമുറപ്പാണ്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ഷാബു പ്രസാദ്. വിജയമുറപ്പാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. താങ്കൾക്കും അത് ഓർമ്മയുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ ശ്രീധരനെ നമുക്ക് വിട്ടുകളയാം. അദ്ദേഹത്തിന്റെ ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന് താങ്കൾ പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു. എന്നാൽ മറ്റ് ചില കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 2016 അവർ 29.08% വോട്ട് വിഹിതം ഉണ്ടാക്കിയ നേതാവാണവർ. അതിനു മുൻപ് 2011 18.86 ആയിരുന്നു. അതിൽ നിന്നുള്ള വർധനയാണ് നമ്മൾ കണ്ടത്. ഇനി 2021 ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 35%. അത് തീർച്ചയായിട്ടും ഈ ശ്രീധരന് കിട്ടിയതാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് കിട്ടിയതാണ്. എന്നാൽ ഈ 2024 ആകുമ്പോൾ അത് 28.63 ഇപ്പോൾ കൃഷ്ണകുമാറിന് അത് കുറയുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വാങ്ങിയതിനേക്കാൾ കുറവാണിവിടെ. അപ്പോൾ പിന്നെ അത് വിലയിരുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് എ ക്ലാസ് മണ്ഡലത്തിൽ ഈ ശ്രീധരനെ വിട്ടുകളയാം എങ്കിൽ പോലും ഇവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയട്ടെ. ഇനിയും ശോഭാ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രനായാലും ഇനി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ആയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ വ്യക്തിപ്രഭാവത്തിനൊരു ഒരു റോളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ആരായാലും. പക്ഷെ ആഫ്റ്റർ ഓൾ അവിടെ വിജയിക്കുന്നത് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശക്തമായ സംഘടനാ പ്രവർത്തനം തന്നെയാണ്. ശക്തമായ സംഘടന. തീർച്ചയായും തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് വലിയൊരു റോളുണ്ട്. പക്ഷെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം തൃശ്ശൂർ ജയിക്കില്ല.
അവിടെ ശക്തമായ രീതിയിൽ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വരെ ശക്തമായ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ പ്രവർത്തനം നടന്നിട്ടുണ്ട്. വോട്ടർമാരെ ഇവിടെ നിന്ന് വിട്ടുപോയ വോട്ടർമാരെ അവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ചെയിൻ റിയാക്ഷന്റെ ഫലമാണ് തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത്. അതില് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്നുള്ളതിന് ഒരു നിർണായക പങ്കുമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇവിടെ വിജയിച്ചത്. അതേപോലെ തന്നെ ഇവിടെയും പാലക്കാടും ശ്രീധരൻ സാറിന്റെ വ്യക്തിപ്രഭാവം ഉണ്ട്, വലിയൊരു റോളുണ്ട് അതിൻ്റെ അകത്ത്. അതിന്റെ ഒപ്പം എന്നാൽ ശ്രീധരൻ സാർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ വ്യക്തിപ്രഭാവമായിട്ട് നിന്നിരുന്നെങ്കിൽ പച്ച തൊടുമായിരുന്നു എവിടെയെങ്കിലും. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മാത്രമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണവും മുടക്കി അവിടെ പ്രചരണം നടത്തിയിരുന്നത്, അദ്ദേഹത്തിന് പണമുണ്ട് ഇരുന്നെങ്കിൽ തൃശ്ശൂർ പച്ച തൊടുമായിരുന്നു? ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് തീർച്ചയായും വ്യക്തിപ്രഭാവമുണ്ട്. പക്ഷെ അത് ഒരു ഘടകം, വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി പിന്നെ ഇവിടെ പാലക്കാട് 77% വോട്ടുണ്ടായിരുന്നു 2021. അത് 7% കുറഞ്ഞു, 70%. ജനങ്ങൾ ആത്യന്തികമായി ഇതിനെ ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ കുറഞ്ഞ വോട്ട് ശതമാനത്തിൽ നല്ലൊരു ശതമാനം BJPയുടെ ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി ശരിയാകാം, തെറ്റാകാം, ഇനി എന്തുമായിക്കോട്ടെ. ഇനി അത് അവിടെ നിൽക്കട്ടെ. പാലക്കാട് BJPക്ക് ലഭിക്കേണ്ട ബേസ് വോട്ട് അവിടെ ലഭിച്ചു. ഒറ്റ മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. അത് കഴിഞ്ഞല്ലേ, ആ ബേസ് വോട്ട് മാത്രം ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ല. ശരിയാ, അങ്ങനെ നമുക്ക് വിലയിരുത്താം. അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന രീതിയിൽ വിലയിരുത്താം. പക്ഷെ ആ ബേസ് വോട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സന്ദീപ് വാര്യർ എഫക്റ്റും മറ്റതും ഒക്കെ ഉണ്ടായിട്ടും ആ ബേസ് BJPയുടെ അടിസ്ഥാനം കുലുങ്ങിയിട്ടില്ല എന്നുള്ളത്, അതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സന്ദീപ് വാര്യരുടെ കാര്യം, സന്ദീപ് വാര്യർ ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന പ്രതികരണങ്ങൾ, ആ പ്രചരണങ്ങൾ, അങ്ങനെയുള്ളതിനെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ട കാര്യമില്ല. കാര്യം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ, വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണത്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. BJP ഔദ്യോഗികമായിട്ട് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ടും മാധ്യമങ്ങളോടും പബ്ലിക്കിനോടും പങ്കുവെക്കാവുന്ന കാര്യങ്ങളും പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട്. അത് BJPക്കുമുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോ ഇതിൽ അദ്ദേഹം പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും നേതാക്കന്മാരിൽ നിന്നൊക്കെ കേട്ടതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതിനപ്പുറത്തേക്ക് എന്താണ്? BJPയെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ സാധ്യതയുള്ളൂ എന്നൊരു കാര്യം. പക്ഷേ അങ്ങനെയെങ്കിൽ പിന്നെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇത്ര പ്രചണ്ഡ പ്രചാരണം അവിടെ നടത്തിയത് എന്തിനാണ്? അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് BJPക്ക് എന്നുണ്ടെങ്കിൽ, A ക്ലാസ് മണ്ഡലമൊക്കെയാണ്, പക്ഷേ ഇത് ഉപതെരഞ്ഞെടുപ്പല്ലേ എന്നുള്ള ആ ന്യായം എത്രത്തോളം ലോജിക്കലാണ് ശ്രീജിത്ത് പണിക്കർ? മറ്റൊന്നിപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് BJPയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ പ്രചാരണം ഒന്നും ഫലവത്തായില്ല, അതെല്ലാം പൊളിഞ്ഞു പോയി എന്നല്ലേ പറയുന്നത്? RSS ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കല്ലേ മറുപടി കണ്ടെത്തേണ്ടത്? തീർച്ചയായിട്ടും അനുജ ഈ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഭാഗത്ത് നല്ല രീതിയിലത്തേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടുണ്ട് എന്നും വീട് വീടാന്തരം പല റൗണ്ടുകൾ കയറിയിറങ്ങി BJPയുടെയും RSSന്റെയും പ്രവർത്തകരെല്ലാം തന്നെ വോട്ട് ക്യാൻവാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നും BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ എങ്ങനെയാണോ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും BJPയുടെ സംഘടനാ പ്രവർത്തനവും തൃശ്ശൂരിൽ വോട്ടായി മാറിയത്, അതിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ഘടകം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പാർട്ടിക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം എല്ലാ മേഖലകളിലും, നഗരമേഖലയായിക്കോട്ടെ, പഞ്ചായത്തുകളായിക്കോട്ടെ, BJPക്ക് വോട്ട് സാധാരണ കിട്ടുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, കിട്ടാത്ത സ്ഥലങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം പല റൗണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി പരമാവധി ആൾക്കാരെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് കണ്ട് കൂടുതലായിട്ടുള്ള കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ വിട്ടുപോയതിനു ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭാഗം ഈസ് ടേക്കൺ കെയർ ഓഫ്. പിന്നെ ബാക്കിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറഞ്ഞതിനെ ശ്രീ ഷാബു പ്രസാദ് ഒരല്പം തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്.
ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം എങ്ങനെയാണ് പോയിന്റ് കൺസീഡ് ചെയ്തത് എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ശ്രീധരന്റെ അത്രയും വ്യക്തിപ്രഭാവം എനിക്കില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, ഇവിടെ പാർട്ടിയുടെ പരമാവധി ബേസ് വോട്ടുകളാണ് അത് സമാഹരിച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ബി ജെ പിയുടെ അണ്ടർസ്റ്റാൻഡിങ്, അവിടെ ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ട് ചുരുങ്ങിയത് 2016 മുതൽ കഴിഞ്ഞ 8 വർഷങ്ങളിലുള്ള പരമാവധി ബേസ് വോട്ട് എന്ന് പറയുന്നത് 40,000 ആണ്. 40,000 വോട്ട് പാലക്കാട്ട് കിട്ടുക എന്ന് പറയുന്നത് വിന്നബിൾ ആണോ, നിങ്ങൾക്കൊരു വിജയത്തിനുള്ള സാധ്യത നൽകുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. എങ്കിൽ പിന്നെ 2021 കൂടുതൽ പ്രസക്തമാവുകയാണ്. അന്നേരം എന്തായിരുന്നു തന്നത്? സി കൃഷ്ണകുമാറിന്റെ തന്നെ വാക്കുകളിൽ, രാഷ്ട്രീയതരമായിട്ടുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, വളരെ വലിയ വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥി, പേഴ്സണൽ വോട്ട് കിട്ടാനുള്ള ഒരു സ്ഥാനാർത്ഥി, അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ബി ജെ പി 50,000 വോട്ടിന് മുകളിലേക്ക് പോവുകയും വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ ചെയ്യൂ എന്ന് പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. എന്ന് വെച്ചാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ബേസ് വോട്ട് മാത്രം സമാഹരിക്കാൻ കഴിയും, തന്നെ പോലെ ഒരാളല്ല. പക്ഷെ എന്റെ ഒരു സംശയം, ശ്രീജിത്ത് പണിക്കർ, ഈ ബേസ് വോട്ട് തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 39,000 ശിഷ്ടം വോട്ടല്ലേ കിട്ടിയത്? അല്ല, അതിലൊരു വലിയ കാര്യമുണ്ട്. അതായത് നമ്മൾ പറയുന്നത് 8 വർഷം തൊട്ട് തന്നെ, അതായത് 2016 മുതൽ 40,000 വോട്ടാണ് ബി ജെ പിക്ക് പാലക്കാട്ടുള്ളത്, അത് മാത്രമാണ് അവിടുത്തെ ബേസ് വോട്ട് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ദശകത്തോളമായിട്ട് ഈ പാർട്ടി വളർന്നിട്ടില്ല എന്ന് കൺസീഡ് ചെയ്യുന്നതിന് തുല്യമാണത്. കാരണം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ആനുപാതികമായിട്ടെങ്കിലും അതിലൊരു വളർച്ച ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഒരു ഓർഗാനിക് ഗ്രോത്ത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല, 2016 തന്നെ ഞങ്ങളുടെ വളർച്ച ഇവിടെ സ്റ്റാഗ്നന്റ് ആയതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ പിന്നീട് ഈ സംഘടനാ പ്രവർത്തനം എന്തിനാണ്? പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തായാലും ബേസ് വോട്ട് എന്ന് പറയുന്നത് കിട്ടും, ആരും എന്ന് ക്യാമ്പയിൻ ചെയ്താലും ഇല്ലെങ്കിലും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടും. പിന്നെ എന്തിനാണ് ഒരു മാസത്തോളം സംസ്ഥാന അധ്യക്ഷൻ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമില്ലേ? അപ്പൊ ഈ ബേസ് വോട്ട് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അവിടെയാണ് ഇവർ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നത്. പക്ഷെ അത് എത്രത്തോളം ബി ജെ പിയെ പോലെയൊക്കെ ഈ കേരളം പിടിക്കാനിരിക്കുന്ന പാർട്ടിയാണ്, അത് അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇരിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് ഷാബു പ്രസാദ്, ഇപ്പോൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ ഉള്ളത് 4 കൗൺസിലർമാർക്കെതിരെ, സ്മിതേഷ് എന്ന കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ പേര് ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. അതിൽ ശോഭാ സുരേന്ദ്രനും സ്മിതേഷുമായി വോട്ട് മറിക്കാനൊക്കെയുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്, സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്, കണ്ണാടി പഞ്ചായത്തിൽ ആ തരത്തിലേക്ക് ചില കാര്യങ്ങൾ നടന്നതിൻ്റെയൊക്കെ തെളിവുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന്, പുറത്തുനിന്ന് വന്നവർ പ്രചാരണം നടത്തുന്നതിനെ ഈ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. നേരത്തെ തന്നെ 18 കൗൺസിലർമാർ സംശയ നിഴലിലാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇതിൽ 4 പേര് എന്ന തരത്തിലാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഈ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അവിടെ വന്ന് പ്രചാരണം നടത്തിയിട്ടും ഇത്തരത്തിലേക്ക് ഈ കൗൺസിലർമാരും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനൊക്കെ അങ്ങോട്ടേക്ക് എത്തി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടത് സംഭവിക്കുന്നു? എന്തായാലും ഈ നിങ്ങൾ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ അകത്ത് ആ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, കൗൺസിലർമാർ വണങ്ങി നിൽക്കുന്നു, ശോഭാസുന്ദര, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എനിക്ക് അതിന്റെ ആധികാരികതയെ പറ്റി സംശയമുണ്ട്, ആ റിപ്പോർട്ടിന്റെ ആധികാരികതയെ പറ്റി എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. പക്ഷെ വേറെ ചില കാര്യങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ പറയാം. ശ്രീജിത്ത് പണിക്കരും അത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബേസ് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ആ ബേസ് വോട്ടിന് 40,000 സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് എന്തോ സംഘടനാപരമായ പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ബേസ് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല അവിടെ മത്സരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞത് കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ കേരളത്തിലെ ഇവിടെ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് അത്ര വലിയ പ്രാധാന്യമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്, ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കേരളം പിടിക്കാൻ ആണല്ലോ ഈ പാർട്ടിയുടെ ലക്ഷ്യം, പിടിക്കുക എന്നതാണല്ലോ. പറയുന്ന കേൾക്കൂ. അങ്ങനെ ഞാൻ എന്റെ ഒരു സ്റ്റാൻഡാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ ബേസ് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഇതിനു മുമ്പ് നടന്ന ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ്. എന്നാൽ സമീപ നിൽക്കുന്ന പഞ്ചായത്തുകൾ പുരായിരി, മുണ്ടൂര്, ബ്രായിരി, പുത്തൂര്, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റിയിലെ പോലെയുള്ള സ്വാധീനമില്ല. കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണത്. അങ്ങനെ ആ സമീപ എങ്ങനെയാണോ മുനിസിപ്പാലിറ്റിയിൽ
BJP ഒരു ശക്തിയായി മാറിയത്. അതേപോലെയുള്ള സമീപ പ്രദേശങ്ങളിൽ കൂടെ BJP ശക്തിയായി മാറിയാൽ മാത്രമേ ഒരു ഉറപ്പുള്ള അടിസ്ഥാനം BJPക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ. വിജയിക്കുന്ന അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് സംഘടന തന്നെയാണത്. അവിടെ തീർച്ചയായും സംഘടനാപരമായ പോരായ്മകൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതെ, അപ്പോൾ അതാണ് താങ്കളുടെ പ്രതീക്ഷിച്ച വ്യക്തിപരമായ ഒരു വോട്ടുകൾ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഷാബു പ്രസാദ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിനാകാം, പക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഉള്ള ഒരു സൂചിക എന്ന തരത്തിലേക്ക്, അത് പാലക്കാട് ആയതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. മറ്റു മണ്ഡലങ്ങൾ പോലെ അല്ലല്ലോ പാലക്കാടും തൃശ്ശൂരും. അപ്പോൾ അവിടെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നതിലേക്ക്, ഈ തരത്തിലേക്ക് ഈ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണോ എന്നതിന്റെ ആധികാരികതയിൽ താങ്കൾക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഈ തരത്തിലേക്ക് റിപ്പോർട്ട് നൽകുന്നത് ഇതൊക്കെ തന്നെയാണോ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്റെ വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ശക്തിയുള്ളത്. ആ ശക്തി ആ സ്വാധീനം മറ്റുള്ള പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലും ഇല്ല. അതാണ് BJPയുടെ അവിടുത്തെ ഏറ്റവും വലിയ ദൗർബല്യം. അതാണത്. ശക്തിയും ദൗർബല്യം. ശക്തി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ ശക്തിയാണ്. ദൗർബല്യം എന്ന് പറയുന്നത് അതില്ല എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് BJPയെ ആകെപ്പാടെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. പക്ഷെ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ആകെ 2 മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ കേരളത്തിൽ BJP ഭരിക്കുന്നത്. ഒന്ന് പാലക്കാടും ഒന്ന് എന്റെ സ്വദേശമായ പന്തളവും. ഈ 2 മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ. ആ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 2 തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് BJPയുടെ വളർച്ചയുടെ ഒരു സൂചന തന്നെയാണത്. അതെ, അവിടെയാണ് നമ്മളുടെ ചർച്ചയുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീജിത്ത് പണിക്കർ, അവിടെയാണ് ഇപ്പോൾ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കോട്ട എന്നൊക്കെ പറയുന്നിടത്താണ് 6000-7000 വോട്ടിന്റെ കുറവുണ്ടായത്. ചെയർപേഴ്സന്റെ വാർഡിൽ ഉൾപ്പെടെ വോട്ട് കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും എല്ലാം കണക്കാക്കി നോക്കുമ്പോൾ ഈ കോർ ഇഷ്യൂവിലേക്ക് കേരളത്തിലെ BJP പോകുന്നുണ്ടോ നമ്മൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ? നിശ്ചയമായും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പാലക്കാട് BJPയുടെ കോട്ട എന്ന് പറയപ്പെടുന്നത് നഗരസഭാ മേഖലകളാണ്. അപ്പോൾ ആ നഗരസഭാ മേഖലകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് ശ്രീധരൻ മത്സരിക്കുന്ന സമയത്തും അവർക്ക് കിട്ടിയിരിക്കുന്ന മേൽക്കൈയുടെ ഒരു കണക്ക് മാത്രം നോക്കിയാൽ മതിയാകും. ശ്രീധരന് 2021 നഗരസഭാ മേഖലയിൽ 6000 വോട്ടിന്റെ മേൽക്കൈ കിട്ടിയിരുന്നു ഷാഫി പറമ്പിലിനെതിരെയെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അത് കേവലം 497 വോട്ടായിട്ട് കുറഞ്ഞു. അപ്പൊ 5500 വോട്ടുകളുടെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തണമായിരുന്നു. സ്ഥാനാർത്ഥിയാണോ അതിന്റെ പ്രശ്നം എന്നുള്ളത് ചിന്തിക്കണമായിരുന്നു. അത് ചിന്തിക്കാതെ അദ്ദേഹത്തെ തന്നെ വീണ്ടും ഇവിടെ വെച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീമതി CV സജനി ഉൾപ്പെടെയുള്ള ആൾക്കാർ BJP ആരുടെയും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന പ്രസ്താവന ഇറക്കിയത്. മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ വിജയസാധ്യത കൂടുമായിരുന്നെന്ന് ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ശിവരാജൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി മോശമായിരുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥി മോശമാണ് എന്ന് ശിവരാജൻ മാത്രമല്ല, നഗരസഭാ ചെയർപേഴ്സൺ തന്നെ ആ തരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് നമ്മളോടക്കം പറഞ്ഞത് നമുക്കറിയാം. മറ്റൊന്ന് സേവ് BJP എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. കുറുവാ സംഘത്തിന്റെ പിടിയിൽ നിന്ന് BJP രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പേര് പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ തന്നെയാണോ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. വളരെ നന്ദി, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കർ, ഷാബു പ്രസാദ്, വളരെ നന്ദി.